എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷെയ്ബാസ് കീടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. മുട്ടയും ചിക്കനും ഒക്കെ ഇട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഫ്രോൺസും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആകും. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിൽ ഇതുവരെ നിന്ന് സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ബാസ്മതി റൈസ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതായത് 240 ml കപ്പിന് 1 കപ്പാണിത്. അത് നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്താനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിടണം. ആ സമയത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അത് തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. സോക്ക് ചെയ്തിട്ട് ഒരു അരിപ്പപാത്രത്തിൽ വാരി വെച്ചിരുന്ന അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒരു 7 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസ് റെഡിയാകും. 80% ഒക്കെ വെന്താൽ മതി. എന്നിട്ട് നമുക്കത് അരിപ്പപാത്രത്തിലേക്ക് മാറ്റി വെള്ളം പോകാനായിട്ട് വെക്കാം. വെള്ളം പോയതിന് ശേഷം നമ്മളത് വേറൊരു പ്ലേറ്റിലേക്ക് നിരത്തി വെക്കണം. നിരത്തി വെച്ചിട്ട് തണുത്തതിന് ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമുക്ക് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഫ്രൈഡ് റൈസ് നന്നായിട്ട് കിട്ടും. 200 ഗ്രാം ചിക്കൻ ക്യൂബ്സ് ആക്കിയതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1/2 ടേബിൾ സ്പൂണും സോയാ സോസ് 1 ടീസ്പൂണും കുരുമുളക് പൊടി 1/2 ടീസ്പൂണും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിടേണ്ട ആവശ്യമില്ല. സോയാ സോസിന് ഓൾറെഡി നല്ലൊരു ഉപ്പുണ്ട്. വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കും. അങ്ങനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിനകത്തേക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഇതൊന്ന് വറുത്ത് വയ്ക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് മതി എന്നുള്ളവർ കുറച്ച് മൂപ്പിച്ചെടുത്താൽ മതി. അല്ലാതെ ചിലർക്ക് ഹാർഡായിട്ട് കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ ഉള്ളവർ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗ് എടുത്തിട്ട് കുറച്ച് സോയാ സോസ് ഒരു 1/4 ടീസ്പൂണൊക്കെ മതി ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. എന്നിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ചുവട്ടിലുള്ള വൈറ്റ് പോർഷനാണ് ഇപ്പോൾ ഇട്ടത്. ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം, ബീൻസ് ഉള്ളവർക്ക് അതിടാം. സ്പ്രിംഗ് ഓണിയൻ തീർച്ചയായിട്ടും ഫ്രൈഡ് റൈസിന് ചേർക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈയിൽ തന്നെ വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. വെജിറ്റബിൾസിൻ്റെ ഒന്നും കളറ് മാറേണ്ട കാര്യമില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും സ്ക്രാമ്പിൾ ആക്കി വെച്ചിരിക്കുന്ന എഗ്ഗും ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സോസൊക്കെ ചേർക്കാനുണ്ട്. റെഡ് ചില്ലി സോസ് വിത്ത് ഗാർലിക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിടുക. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ചില്ലി സോസാണ് ചേർത്തിരിക്കുന്നത്. അതിൽ 1.5 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ സോയാ സോസ് വേണം. സോയാ സോസ് ഉള്ള 2 ടേബിൾ സ്പൂണോളം ഇടാം. ചൈനീസ് ഡിഷസിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോയാ സോസാണ്. 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. വിനെഗർ ഇട്ട് കൊടുക്കാം. അതിന് ഇതിനെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട്. നേരത്തെ ഞാൻ വെജിറ്റബിൾസിന് ഉപ്പിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതാ വേവിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച റൈസാണിത്. അപ്പോൾ ഈ റൈസ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച്
സ്പ്രിംഗ് ഒണിയനും കൂടി ഇടാം. സ്പ്രിംഗ് ഒണിയൻ ആണ് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ അത് ഇടണം. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കുമ്പോൾ നമ്മൾ മരത്തവിയൊക്കെ വെച്ച് ഇളക്കാൻ ശ്രദ്ധിക്കുക. അതായത് അധികം പൊടിഞ്ഞു പോകാതെ നോക്കണം റൈസ്. ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ അത് പൊടിയത്തില്ല, എത്ര ഇളക്കിയാലും പൊടിയത്തില്ല. അങ്ങനെ തന്നെ നമുക്ക് നല്ലോണം കിട്ടും. റെസ്റ്റോറൻറ്റിലൊക്കെ കാണിക്കുന്ന പോലെ ഒന്ന് ടോസ് ചെയ്തെടുത്താലും മതി. പിന്നെ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ പാത്രം ഇത്തിരി ചെറുതായിപ്പോയി. നമ്മളെപ്പോഴും റൈസൊക്കെ ഒരു പകുതി ഭാഗത്ത് നിൽക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു 1.5 സെർവിങ്സിനൊക്കെയുള്ള റൈസ് കിട്ടും. ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്. എൻ്റെ വീഡിയോസിൻ്റെ കമൻസൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്